ഹലോ അസ്സാം വലൈക്കും വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ഹെന്ന ഹട്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. കെച്ചപ്പിൻ്റെ ബോട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ കെച്ചപ്പിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു ബേസ് പെയിൻ്റായിട്ട് ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഒരു കോട്ട് അപ്ലൈ ചെയ്താലും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബോട്ടിൽ പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് 4-5 കളേഴ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മളിവിടെ എടുത്തേക്കുന്നത് ലെമൺ യെല്ലോ ആണ്. അപ്പോൾ ഇത് പെയിൻറ്റ് ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ടുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ പെൻസിലിൻ്റെ ടിപ്പ് ഇതുപോലെ പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തതിന് ശേഷവും നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു റൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് നമ്മൾ കളേഴ്സ് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം യെല്ലോ, പിന്നെ ഗ്രീൻ, പിന്നെയും യെല്ലോ, പിന്നെയും ഗ്രീൻ, അങ്ങനെ ഒരു ഫ്ലവർ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻ വെച്ചിട്ട് ഇതുപോലെ ചെറിയ ചെറിയ ഡോട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം. കഴിയുന്നതും ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്താൽ നമുക്ക് ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ചും കൂടി നല്ല വൃത്തിക്ക് കാണാൻ പറ്റും. ഡാർക്ക് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ കുറച്ച് ഭംഗി കുറവായിരിക്കും. അതുകൊണ്ട് കഴിയുന്നതും ലൈറ്റ് കളേഴ്സ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഫ്ലവർ ചെയ്തതിന് ശേഷം വേറെ 2 കളർ കോമ്പിനേഷനിലുള്ള ഇതുപോലത്തെ സെയിം നമുക്ക് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യെല്ലോവും വയലറ്റും ആണ് യൂസ് ചെയ്യുന്നത്. വയലറ്റ് കുറച്ച് ഡാർക്കാണ്, എന്നാലും ഞാനിവിടെ യൂസ് ചെയ്യാണ്. പിന്നെ നമ്മളിവിടെ ക്രോം യെല്ലോ എന്ന് പറയുന്നൊരു ആക്രിലിക് പെയിൻറ്റ് എടുക്കുന്നുണ്ട്. അതും പിന്നെ റെഡും ആണ് ഒരു കോമ്പിനേഷനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കിടെ കാണാൻ പറ്റുന്നുണ്ട് ഡാർക്ക് കളേഴ്സിനേക്കാളും കുറച്ചും കൂടി എടുത്ത് കാണിക്കുന്നത് ലൈറ്റ് കളേഴ്സ് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഈ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ ഫൈനലായിട്ടുള്ളൊരു ബോട്ടിൽ പെയിൻറ്റിങ് ഇവിടെ റെഡിയാണ്. എത്ര എളുപ്പമാണെന്ന് നോക്കിയേ. നല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയൊരു ബോട്ടിൽ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസും താഴെ കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്ന് പറയുന്നത് പോലെ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.